നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു കർക്കിടക മാസത്തിനെ പറ്റി സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. കർക്കിടക മാസം നമുക്കറിയാം മലയാള മാസത്തിലെ അവസാനത്തെ മാസമാണ്. പിന്നെ കർക്കിടക മാസം പഞ്ഞമാസം എന്നാണ് നമ്മൾ പൊതുവെ പറയാം. കാരണം പണ്ടത്തെ കാലത്ത് കൃഷിയൊക്കെയാണല്ലോ ആൾക്കാർ എന്താ പറയുക കൂടുതലും ജോലിയായിട്ട് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് കർക്കിടക മാസത്തിൽ നമുക്ക് ഇപ്പോഴത്തെ വെതറൊക്കെ അറിയാവുന്നത് പോലെ തന്നെ മഴ, പ്രളയം അങ്ങനെയൊക്കെ വരാറുള്ള ഒരു മാസമാണ്. അപ്പോൾ അതിനെ പഞ്ഞമാസം എന്ന് പറയാൻ കാരണം നല്ല ദാരിദ്ര്യം, പട്ടിണി അങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു മാസം കടന്നു പോകുക. അതുകൊണ്ടാണ് അതിനെ പഞ്ഞമാസം എന്ന് പറയുന്നത്. പിന്നെ കർക്കിടകത്തിലാണ് നമ്മൾ രാമായണ മാസം ആചരിക്കുന്നത്. വാൽമീകി രാമായണം രചിച്ചതിന് ശേഷം ലവകുശന്മാരെ ആദ്യമായി വായിപ്പിക്കുന്നത് കർക്കിടക മാസത്തിലാണെന്നാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കാറുണ്ട്. ഞാൻ യൂഷ്വലി കർക്കിടക മാസത്തിൽ വീട്ടിൽ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ രാമായണം വായിക്കാറുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു വിശേഷമൊക്കെയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. പിന്നെ കർക്കിടക മാസത്തിൽ ദക്ഷിണായനത്തിൻ്റെ തുടക്കമാണെന്നത്. അതായത് ആ ഒരു ടൈമിലാണ് ദേവന്മാരുടെ രാത്രി ആരംഭിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമ്പോഴാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ കർക്കിടക മാസത്തിന് മുമ്പ് നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി ശീഭൂതിക്ക് വെച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യുക പൊതുവെ. പിന്നെ കർക്കിടക കഞ്ഞി ഒരു വലിയൊരു ഫാക്ടറാണ് കർക്കിടക മാസത്തിൻ്റെ. ഞങ്ങളുടെ ഇവിടെ ഒക്കെ SNDPയിലും പല സ്ഥലത്തും ഔഷധക്കഞ്ഞിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ പോയി കഴിക്കാറുണ്ട്. പിന്നെ ഇന്നും നമ്മളിവിടെ ഔഷധക്കഞ്ഞി വയ്ക്കുന്നുണ്ട്. പിന്നെ അച്ചാമ്മയുണ്ട് നമ്മുടെ ഒപ്പം വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട്. അച്ചാമ്മ സുന്ദരിയായിട്ട് റെഡിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് കാണാം. പണ്ട് കാലത്ത് പഷ്ണികാലം അല്ലാണ്ട് എന്താ. പിന്നെ കർക്കിടകം പറക്കണേന് തലേ ദിവസം എല്ലാം അടിച്ചു വാരി 1-ാം തീയതി അളന്ന് അടിച്ചു തളിച്ച് വിളക്ക് വെച്ച് കുളിക്കാൻ പോകും. ഇതൊക്കെ ഒരു കൊട്ടയിലാക്കി വേസ്റ്റൊക്കെ അത് ചുവന്നുകൊണ്ട് ഒരാൾ കുളിക്കാൻ. അപ്പോൾ ഒരാൾ കുറേ കൂടെ നടന്ന് ശിവോതി മക്കളും അകത്ത് മൂശാട്ടി മക്കളും പുറത്തുനിന്നും പറഞ്ഞ് അതിനെ വെള്ളം വലിച്ച് പുറത്താക്കും. അപ്പം അത് പോയി കുളിച്ചിട്ട് വരും. അത്രേ ഉള്ളൂ. ഇനിയപ്പം നമ്മൾ കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ മിക്സ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കണേ. അച്ചാമ്മയാണ് നമ്മൾ ഇന്നത്തെ കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞ അപ്പം അച്ചാമ്മയാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി കഞ്ഞി ഉണ്ടാക്കിയിട്ട് കാണാം. നമ്മൾ അരിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ചെയ്യാൻ പോവാണ്. അച്ചാമ്മയാണ് ഇന്നത്തെ കുക്ക്. അപ്പോൾ നമുക്ക് എന്താ പറയുക കഞ്ഞി ബാക്കി ഉണ്ടാക്കാം.
വീഡിയോ കൂടെ നടക്കുമ്പോ പറയും രാജമ്മ ചേച്ചി ഫേമസ് ആയല്ലോ എന്നൊക്കെ പറയും. ഫേമസ് ആയെന്ന് പറയും, എല്ലാരും സിനിമാ നടിയായെന്ന് പറയും. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കർക്കിടകത്തിനെ പറ്റി ഞങ്ങളിവിടെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.